My dear souls, welcome back to my YouTube channel Mitra Tarot. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും അതിൽ അവരിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എന്തവസ്ഥയിലാണുള്ള, തേർഡ് പാർട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴും ഒരു വീഡിയോ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണും. അതേപോലെ തന്നെ ആർക്കെങ്കിലും ജനറൽ റീഡിങ് അല്ലാതെ പേഴ്സ് റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സ് റീഡിങ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ റീഡിങ് ആയിരിക്കും. നിങ്ങളുടെ കണ്ടൻസും കാര്യങ്ങളും വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് റീഡിങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങളുടെ റിലേഷൻ്റെ റീഡിങ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ആളുടെ ലൈഫിലുണ്ടായി. അതായത് ആളിപ്പം കറൻ്റ്ലി ആളുടെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുവാണ്. അവർക്ക് ആ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് രീതിയിൽ ട്രോമാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് ആളുടെ കൂടെ നിന്ന് ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അവരുടെ നിന്നുള്ള ഒരു ചീറ്റിംഗ് ഒക്കെ കിട്ടിയപ്പോഴും ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയ ശേഷമാണ് ആ വ്യക്തി തിരിച്ചറിഞ്ഞത് നിങ്ങളെ എത്രത്തോളം ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയോട് ജെന്യുവനായിട്ടായിരുന്നു നിന്നതും എന്നൊരു കാര്യം അവർ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഈ ഒരു സമയത്താണെങ്കിൽ അവർ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളോട് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് അവർ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്. സോ ഇപ്പോൾ അവർക്കൊരു മാറ്റം വരാൻ കാരണം അവരുടെ കൂടെ, അതായത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഹൃദയത്തോട് ചേർത്ത് കിട്ടുന്ന ആൾക്കാരായിരുന്നു. അതായത് അവരുടെ ജീവന് തുല്യമായിട്ട് നിങ്ങളെക്കായി വലുതായിട്ട് കണ്ടിരുന്ന വ്യക്തികളായിരുന്നു. വർഷങ്ങളായിട്ട് അവരമ്മി ഒരു ബന്ധം, ആത്മബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ വ്യക്തിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇത്രയേറെ വേദന കൊടുത്തത്, അവരിത്രയേറെ ചതി അവർക്ക് നൽകിയിട്ട് പോയതും. സോ ഇത്രയും വലിയ തെറ്റ് അവർ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്, ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തപ്പോഴേക്ക് നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതുപോലും നമ്മൾ കാണിച്ച് നോക്കുന്ന എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്, അത് നിങ്ങളുടെ പേഴ്സണിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കാൻ പറ്റിയില്ല. അവരത് വലിയ തെറ്റായിട്ട് എടുത്തു. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ അവർ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്, അന്ന് നിങ്ങളോട് ക്ഷമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ രീതിയിൽ അവർ ബിഹേവ് ചെയ്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അന്ന് പറ്റിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് അവർ ശരി ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ പേഴ്സണ് ഈ ഒരു കാര്യം യൂണിവേഴ്സ് തന്നെ ഒരു കർമ്മ പോലെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട്. സോ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവളുടെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചു, നിങ്ങളില്ലാത്ത സമയത്ത് ആളുടെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ആളുടെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. എല്ലാം വന്ന് നിങ്ങളോട് ഓപ്പണായിട്ട് എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടോ, ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു ഉത്തരം നൽകാനാണ് ആ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത്. അത്രയേറെ സ്ട്രോങ് ആയിട്ടൊരു മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത്. സോ അവരുടെ മനസ്സിൽ നിങ്ങളോട് അൺകണ്ടീഷനായിട്ടൊരു ലവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം വേദന അനുഭവിച്ച് നിൽക്കുകയാണ്. ഈ ഒരു പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കറൻറ്റ്ലി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാത്തിലും ഭയങ്കര സാഡായ സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും ആ പേഴ്സണായിട്ടുള്ള മെമ്മറീസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത്രയേറെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ച് പോയിട്ടുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് പ്രണയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലരെയും നിങ്ങൾക്ക് വിറപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പലരുടെയും കേസ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാരെ പോലും നിങ്ങൾക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ നിങ്ങൾ അവരെ പോലും മാറ്റി നിർത്തിയിട്ടാണ്, അവർ പോലും ഈ ഒരു ബന്ധത്തിന് എതിർത്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ പോലും എതിർപ്പിനെ പോലും നിങ്ങൾ നോക്കാതെ ആയിരുന്നു നിങ്ങൾ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഇത്രയും നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടല്ല, ഇത്രയും സാക്രിഫൈസ് നിങ്ങൾ ചെയ്തിട്ടായിരുന്നു ആ വ്യക്തി ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കൊടുത്തിരുന്ന എഫേർട്ടിനോ ഹാർഡ് വർക്കിനോ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ നിന്നിരുന്നു ഇതിനൊന്നും അവർ മനസ്സിലാക്കാനാണ് നിങ്ങൾ
നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയതും. പക്ഷെ അവർ ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അവർ ചെയ്തിരുന്ന എത്ര വലിയ തെറ്റാണ് നിങ്ങളോട് ചെയ്തിരുന്നതെന്നുള്ളത് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഒരുപാട് ഗിൽറ്റ് അവിടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നു. നിങ്ങളോട് വന്നൊരു ബിഗ് സോറി, നിങ്ങളോട് എത്രത്തോളം മാപ്പ് പറഞ്ഞാലും അവർക്കറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ച്, അല്ലെങ്കിൽ അവരില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ അറിയത്തില്ല. അത്രയേറെ നിങ്ങൾ ഇവിടെ പലരുടെയും എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണില്ലാതെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന പോലും ആ ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ചുരുങ്ങിപ്പോയി. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ്, നിങ്ങൾ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് വേണമായിരുന്നു, അവരുടെ സ്നേഹം വേണമായിരുന്നു. നിങ്ങൾ മറ്റൊന്നും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ സ്നേഹം മാത്രം മതി. അവർക്ക് ഫിനാൻഷ്യലുണ്ടോ അല്ലെങ്കിൽ ജോലിയുണ്ടോ, അവരുടെ സ്റ്റാറ്റസ് എന്തോ ആണോ, അവരുടെ ലുക്കോ കാര്യങ്ങളോ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളുടെ മനസ്സ് നിറയെ അവരോടുള്ള സ്നേഹം മാത്രമായിരുന്നു. തിരിച്ചും നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ അത്രയേറെ അവർ സ്നേഹിച്ചില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും അതിൻ്റെ ഒരു പാതിയെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കണം, മനസ്സിലാക്കണം, ഈ ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കാര്യം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഈ സിറ്റുവേഷന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാനും. നിങ്ങൾ പക്ഷേ എത്രത്തോളം ശ്രമിച്ചിട്ടും നിങ്ങളുടെ കണ്ണ് മൂടപ്പെടുകയാണ്. നിങ്ങൾ വീണ്ടും ഒരുപാട് വിഷമിക്കുകയാണ്, കരയുവാണ്. പലപ്പോഴും ചിലപ്പോൾ ഈ ഒരു വീട് കാണുമ്പം പോലും നിങ്ങൾ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ നിങ്ങൾ കരയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ വേദന എടുത്തിട്ടുണ്ടോ, എത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടോ, അതിലെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്കൊരു സന്തോഷം, നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടാണ് ഈ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. സോ നിങ്ങൾ ഇന്നേ വരെ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പോലും തോന്നിപ്പോവും, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ, നിങ്ങൾ ചിലപ്പോൾ അവരോട് ഒന്ന് ചോദിക്കും, ഞാൻ സ്വപ്നം കാണുവാണോ? കാരണം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാല്യൂ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എടുത്തിട്ടുള്ള ഓരോ എഫേർട്ടും ഓരോ കാര്യങ്ങളും അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ നിമിഷങ്ങളും നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവരുടെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എത്രത്തോളം കൂടെ നിന്നിട്ടുണ്ട്. പല വ്യക്തികളും ആ ഒരു പേഴ്സണെ ഒറ്റയ്ക്കാക്കിയ സമയത്ത് നിങ്ങൾ മാത്രമേ അവർക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ട് അവർക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ നിൻ്റെ കൈവിടില്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും, ഞാനില്ലേ എന്നൊരു വാക്കിൽ, ആ ഒരു ആശ്വാസവാക്കിലായിരുന്നു അവർ കുറേ നാൾ അവർക്ക് നിന്നിരുന്നത്. ഇപ്പോൾ അവരത് വിഷമിക്കുന്നുണ്ട്, ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ പ്രസൻസ് അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സോ ഇത്രയേറെ അവർ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ച് വരും, ഉറപ്പായിട്ടും വരും. അത് ഒരുപാട് താമസിക്കാതെ തന്നെ അവർ തിരിച്ച് വരും. ഇൻ കേസ് ഇതിനകത്ത് ഇപ്പം പലരുടെയും ഇതിനകത്ത് ആൾക്കാർ തിരിച്ച് വരുന്നില്ല എന്നൊരു കേസ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ മേ ബി ബ്ലോക്കേജസ് കാണും, ഒബ്സ്റ്റക്കിൾസ് കാണും, എവലൻസിയുടെ കാണും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും അവർ മറ്റ് പല കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ലൈഫിൽ വരാതിരിക്കാനുള്ള ചാൻസ് കുറവായിട്ടുണ്ട്. പക്ഷേ ഒരു 80% ഈ ഒരു വീഡിയോ 80% ആൾക്കാരുടെ പേഴ്സൺസ് തിരിച്ചു വരാനുള്ള എനർജിയാണ്. അത്രയും ഒരു ഹൈ പോസിറ്റീവ്സ് എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തിരിച്ചു വരും. നിങ്ങൾ പക്ഷെ ഒരു കാര്യത്തെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാര്യത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയായിട്ട് ട്രസ്റ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്പെല്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സെൻറ്റ് എക്സ്പ്രിൻ്റെ സ്പെല്ലായിരുന്നു ഇത്രയും നാളായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഇപ്പം പുതിയതായിട്ട് നമ്മൾ ആർക്കിലേഞ്ചൽ എൻ്റെ സ്പെല്ലും കൂടെ കൊടുക്കുന്നുണ്ട്, മൈക്കൽ ആർക്കിലേഞ്ചലിൻ്റെ സ്പെല്ലും കൂടെ കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ 2 സ്പെല്ലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടും പവർഫുൾ ആയിട്ടുള്ള സ്പെല്ല് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏത് സ്പെല്ലാണ് ചൂസ് ചെയ്യാൻ കൂടുതലായിട്ട് കംഫർട്ടബിൾ തോന്നുന്നത്, ഏത് സ്പെല്ലിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹം തോന്നുന്നു, ആ ഒരു സ്പെല്ല് ചൂസ് ചെയ്യാം. സ്പെല്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി, എന്ത് ആഗ്രഹമായാലും, നിങ്ങളുടെ പേഴ്സണായിട്ട് റീകൺസിലേഷൻ ആവട്ടെ, മാരേജ് ആവട്ടെ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതോ, ഫിനാൻഷ്യലിയോ പുതിയ ജോലി കിട്ടുന്നതോ, അങ്ങനെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളായാലും, വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ആഗ്രഹമായാലും ഈ ഒരു സ്പെല്ലിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. സോ സ്പെല്ലിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അതേപോലെ തന്നെ
ഞാനിവിടെ പേഴ്സണൽ റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പേഴ്സണൽ റീഡിങ് എമർജൻസി റീഡിംഗ് ആണ്. 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കൊടുക്കുന്ന അതുകൊണ്ട് സോ നിങ്ങൾക്ക് എമർജൻസി റീഡിങ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റീഡിങ് ആയിരിക്കും കിട്ടുന്നത്. ലൈക്ക് നമ്മൾ 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ റീഡിങ് അല്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്നത് 1 ക്വസ്റ്റ്യൻ റീഡിങ് തന്നെ ചിലപ്പം ഹാഫ് ആൻ അവർ കൊടുക്കുന്നതുണ്ട്. സോ ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 ഹവർ റീഡിങ് വരെ കൊടുക്കുന്നതുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനും നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് കാർഡ്സിൽ നിന്ന് എത്രത്തോളം മെസ്സേജ് എടുക്കാൻ പറ്റുമോ അത്രയും ഡീപ്പായിട്ടുള്ള മെസ്സേജ് എടുത്ത റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് റീഡിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യുക, ആ റീഡിംഗ് ബുക്ക് ചെയ്യുക. സോ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും പറയുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു റീഡിംഗ്, നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സോട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ക്ലാരിറ്റി എടുത്തപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെ വരും എന്നൊരു ഐഡിയ ഇല്ലാതാണ് അവരിയ്ക്കുന്നത്. കാരണം നിങ്ങളെ വിട്ടു പോയതും നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സിനെ ഒന്നും തന്നെ അവർ യാതൊരു വാല്യൂവും തന്നിട്ടില്ലായിരുന്നു. സോ അങ്ങനെയുള്ളപ്പം അവരെങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരും, അവർക്ക് നിങ്ങൾ വന്ന് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തുമായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് നല്ല രീതിയിലൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. സോ നിങ്ങളുടെ പേഴ്സൺ അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്തുവാണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ മ്യൂച്വലി ഫ്രണ്ട്സായിരുന്ന ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നിടത്തൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ, അതുപോലെ നിങ്ങളുടെ കറണ്ട് മൂഡ് എന്താണോ അത് അറിയാൻ വേണ്ടിയിട്ട് അവർ നല്ല ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡ്സിനകത്ത് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ടൊരു ലവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ലവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡ് എന്ന് പറയുന്ന മാസ്റ്റർ കാർഡാണ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ പേഴ്സണോ യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനോടാണ് ഇപ്പം കടന്നു പോകുന്നത്, ആ ഒരു കാര്യമൊക്കെ എൻഡാവും എന്നൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. കാരണം നിങ്ങൾ എന്തായാലും യൂണിവേഴ്സ് ഒരുമിപ്പിക്കും. അതേപോലെ തന്നെ ഇവിടെ ഹൈബ്രിറ്റീസിൻ്റെ എനർജി ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡിവൈൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും തിരിച്ചു വരും എന്നുള്ള കൺഫർമേഷൻ ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇന്നത്തെ റീഡിങ് ഇത്രയാണ് ഉള്ളത്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ കമൻറ്റ്സും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.